ഇന്ന് നമുക്ക് മാങ്ങയും നാളികേരം കൊണ്ട് ലഡ്ഡു ഉണ്ടാക്കിയാലോ. നല്ല അൽഫോൺസ മാമ്പഴമാണ് രണ്ടെണ്ണം ഞാൻ എടുത്തേക്കണത്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് ചെറുകിയ നാളികേരം ഇട്ട് കൊടുക്കുക. എന്നാൽ നമുക്കതൊന്ന് അതിലത്തെ ജലാംശമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. 2 മിനിറ്റ് മാത്രം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് ചൂടാവുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ റവ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 4 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് നമ്മുടെ നാളികേരമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലത്തെ ജലാംശം വറ്റി ഒന്നിനോട് ഒട്ടാതെ നിൽക്കുന്ന അത്രയും മാത്രം മതി. നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനായിട്ടാണ്. ഇത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റിക്കുക. ചൂടാറിയതിന് ശേഷം ചെറിയ മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് മോഡിലിട്ടിട്ട് ഒരു 2-3 തിരി ഒന്ന് തിരിച്ചെടുത്ത് അതായത് പോലെ നല്ല പൊടിയായിട്ട് കിട്ടും. അത് നമുക്കൊരു വേറെ ബൗളിലേക്ക് മാറ്റിയിട്ട് അതേ മിക്സി ജാറിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ 2 മാമ്പഴങ്ങൾ ഇതിലേക്ക് ചെത്തി പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഫൈനായിട്ട് തരിയൊന്നുമില്ലാതെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നല്ല മധുരമുള്ള ഏത് മാമ്പഴം നമുക്ക് ഉപയോഗിക്കാം. പുളിയില്ലാത്ത നല്ല മധുരമുള്ള ടൈപ്പ് മാമ്പഴം എടുത്താൽ മതി എന്ന് മാത്രം. ഇനി ഈ മാമ്പഴം നമ്മൾ ഫൈനായിട്ട് അരച്ചിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാമ്പഴം ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കുന്ന റവ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോഴൊന്നും ഫ്ലെയിം ഓൺ ചെയ്യരുത്. നമുക്ക് ആ റവയെല്ലാം മാമ്പഴത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് കൊടുക്കാം. ഫ്ലെയിം ഇനി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിടുക. ഇനി അതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നാളികേരം കൂടെ ചേർക്കുക. ഒന്നിച്ച് ചേർത്ത് നന്നായി മിക്സാക്കി ഒന്ന് വഴറ്റി വലിച്ചെടുക്കുക. ഒന്ന് വലിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി പാനിൽ നിന്ന് വിട്ടു പോരുന്ന ഒരു പരുവം വരെ നന്നായി വലിച്ചെടുക്കണം. ഇതുപോലെ വലിച്ചെടുത്ത് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കയ്യിലിൻ്റെ ഷേപ്പ് അവിടെ ഹോൾഡായി നിൽക്കുന്നത് വരെയാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി അത് നന്നായി ചൂടാറിയതിന് ശേഷം കയ്യിൽ നന്നായിട്ട് നെയ്യ് തടവണം. നെയ്യ് തടവിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഉരുട്ടി ഉണ്ടകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിസ്ത, കാഷ്യൂ, ബദാം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിക്കാം.